അമൃത, ബേപ്പൂരിൽ നിന്നും 71 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ ഉള്ളത് എന്നുള്ളതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂരിൽ നിന്നും ഒരു വെസൽ കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. നേവിയുടെ ഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊച്ചിയിൽ നിന്നാണ് പോയിട്ടുള്ളത്. അതിനൊപ്പം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് ബേപ്പൂരിൽ നിന്നുള്ള ഒരു സംഘം കൂടി പോയിട്ടുള്ളത്. ഇവരെ ഇവിടേക്ക് എത്തിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ഏത് തീരത്താണോ ആ തീരത്തേക്കാണ് ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരെ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ആ നിർദ്ദേശം ലഭിക്കുകയും കോസ്റ്റ് ഗാർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോകുന്ന കപ്പലിലെല്ലാം തന്നെ ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ പ്രാഥമിക ശുശ്രൂഷ നൽകാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ആ കപ്പലുകളിലും വെസലുകളിലും എല്ലാം തന്നെ ഉണ്ട്. അതിനുശേഷം അവരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ച് ആശുപത്രികളിലേക്കൊക്കെ മാറ്റാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയുള്ള മറ്റ് രക്ഷാപ്രവർത്തനങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. ഇവിടെ നിന്നും 71 നോട്ടിക്കൽ മൈൽ അകലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു വെസലാണ് ബേപ്പൂരിൽ നിന്നും ഇപ്പോൾ ഈ കടലിലേക്ക് പോയിട്ടുള്ളത്, ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയിട്ടുള്ളത്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അമൃത, നിലവിൽ ഇപ്പോൾ ഷിത പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അപകടം നടന്നതിന് തൊട്ടടുത്ത തീരം എന്ന് പറയുന്നത് ഈ ബേപ്പൂരാണോ? അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിരിക്കുന്നത്? അമൃത, ബേപ്പൂരിൽ നിന്നും ഇത്ര നോട്ടിക്കൽ മൈൽ അകലെ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഏറ്റവും അതിലൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഏതാണോ ഏറ്റവും അടുത്തുള്ള തീരം എന്നുള്ളത് ഇതുവരെ വന്നിട്ടില്ല. ബേപ്പൂരിൽ നിന്നും ഇത്രയും നോട്ടിക്കൽ മൈൽ അകലെയാണ്. അപ്പോൾ അവിടെയാണ് എത്തിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ സൗകര്യം ഒരുക്കണം. എവിടേക്കാണോ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഷിപ്പ് പോയിട്ടുണ്ട്. ഒപ്പം ബേപ്പൂർ തുറമുഖത്തു നിന്നും പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം എവിടെയാണോ പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ എവിടെയാണ് എത്തിക്കുന്നത് അവിടെ ആ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശമാണ്. അത് എറണാകുളം കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ആ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് ഇവിടേക്ക് സ്വീകരിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ പോകുന്ന കപ്പലിൽ ഈ ജീവനക്കാരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പ്രാഥമികമായുള്ള ശുശ്രൂഷകൾ, അവർക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം നൽകാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ കപ്പലുകളിലുണ്ട്. അതിനുശേഷം അവരെ ഇവിടെ എത്തിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർക്ക് മറ്റ് കൂടുതൽ സൗകര്യങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിനായി ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേപ്പൂരിൽ ആംബുലൻസ് ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസ് ഉൾപ്പെടെ അവിടേക്ക് എത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ. ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ആ കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ബേപ്പൂരിൽ നിന്നും ഇത്ര നമുക്ക് അറിയില്ല, എപ്പോഴും ഏതാണോ എളുപ്പമുള്ള തീരമെന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും അവിടേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ബേപ്പൂരിൽ നിന്ന് കപ്പല് പുറപ്പെട്ടിട്ടുണ്ടോ ഷിത? ബേപ്പൂരിൽ നിന്ന് ഈ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടാണ്, ഒരു ബസ്സിലാണ് പോയിരിക്കുന്നത്. വലിയ ഷിപ്പല്ല. വലിയ ഷിപ്പ് പോയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും എല്ലാ കോസ്റ്റ് ഗാർഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ മത്സ്യത്തൊഴിലാളികൾ കടൽ ചാടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ഉൾപ്പെടെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെവിടെയാണോ എത്തുക എന്നുള്ളത്, അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക കടലിന് അകത്ത് എന്നറിയില്ല. അതെല്ലാം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വ്യാപകമായി തന്നെ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബേപ്പൂരിൽ നിന്നുള്ള ഒരു വെസൽ കൂടി പോയിരിക്കുക. അതിൽ ഉദ്യോഗസ്ഥർ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് അവിടെ കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.